അതിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ വലിയ ബിസിനസ്സുകളിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ബ്രാൻഡ് ഉണ്ട്, നമ്മളുടെ മുകളിലൊരു ബ്ലാക്ക് മാർക്കില്ലേ, 158 വർഷത്തിലും ഒരാൾക്ക് 1 രൂപ കിട്ടാനുണ്ട്, ഒരാൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയില്ലേ. സോഷ്യൽ മീഡിയയിലൂടെ കുപ്രചരണം നടത്തും. എൻ്റെ തന്നെ ഫേസ്ബുക്കിലും മറ്റും, കാരണം അതിൽ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഞങ്ങളുടെ കാശി പോയി. അപ്പം ഞാൻ പറയും തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല, ഇതിൽ ലക്ഷക്കണക്കിന് രൂപ, ഈവൻ 50 ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നവരുണ്ട്. ആൾക്കാർ പൊട്ടന്മാരൊന്നും അല്ല ഇതിലേക്ക് വരാനായിട്ട്, ഒന്നും കാണാതെ ഓടി വരില്ലല്ലോ മറ്റു കമ്പനി വിട്ടെങ്കിൽ വരണം. പക്ഷേ ഞാൻ പറയുന്ന സത്യം, എല്ലാവർക്കും കാശ് കിട്ടില്ല. ചിലവർ ഇതിൽ ചേർന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇങ്ങനെ ഇരിക്കും, ഈ മാസം ലക്ഷങ്ങൾ ഇങ്ങനെ തന്നെ വന്നോളൂ പണിയെടുക്കാതെ എന്ന് വിചാരിക്കുന്നവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളിൽ ഹാർഡ് വർക്കിംഗ് വേണ്ട, സ്മാർട്ട് വർക്ക് വേണ്ട. സ്മാർട്ട് വർക്ക് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരു പാഷൻ ഉണ്ടാവണം, കുറച്ചിങ്ങനെ മുമ്പോട്ട് ചെയ്ത് പോകണം. അങ്ങനെയുള്ളവർക്ക് പതുക്കെ അതും ഒറ്റ മാസം 10 ലക്ഷം ആദ്യമൊന്നും കിട്ടില്ല. ആദ്യത്തെ മാസം ചിലപ്പോൾ 10,000 ആവാം, രണ്ടാമത്തെ മാസം 25,000 ആവാം, 50,000 ആവാം, 1 ലക്ഷം ആവാം. ഇപ്പോൾ ഒരു വർഷത്തുമ്പോഴായിരിക്കാം നമുക്ക് 2 ലക്ഷം മാസം കിട്ടുക. ചിലപ്പോൾ 2-3 വർഷം ആകുമ്പോഴും ഇപ്പോൾ 50 ലക്ഷം കിട്ടുന്നവർ കയറി വരുന്നത്. അപ്പോൾ പണിയെടുക്കുന്നവർക്ക് കാശ് കിട്ടും. ചിലവർ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാൻ ഇതിൽ അംഗമായി, ഇനി തന്നെ അങ്ങോട്ട് മുകളിൽ നിന്ന് കാശ് വീഴുന്നത് കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് പേരുണ്ട്. കുറേ പേര് ഇതിനെ മനഃപൂർവ്വം തകർക്കാൻ നോക്കുന്നവരുണ്ട്. പക്ഷേ എന്ത് എതിരെ എനിക്ക് പറയും തോറും ഞാൻ ഉയർന്നു വരികയും കാണുന്നു.